السلام عليكم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم والعاقبة للمتقين. أما بعد، സ്നേഹനിധികളായ എൻ്റെ മുത്തുമിനീങ്ങളെ, ഈ ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ഈ സയ്യിദീയ മജ്ലിസിലേക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അവരെ ചെറുതും വലുതുമായ എല്ലാ ഹലാലായ മുറാദിനെ നീ ഹസിലാക്കണം അല്ലാഹ്, നീ ഹസിലാക്കണം അല്ലാഹ്. ധാരാളം ആളുകൾ ഈ മജ്ലിസിനെ ഹൃദയത്തോട് വെച്ചിഷ്ടം വെച്ചവര്, ഇതിന്റെ മുഹിബ്ബീങ്ങള്, ഇതിന്റെ ഖാദിമീങ്ങൾ, അല്ലാഹുവേ ഒരു നിലക്കും നീ തളർത്തല്ല അല്ലാഹ്, നീ കൊയക്കല്ല തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഈ പവിത്രമാക്കപ്പെട്ട പരിഭാവനമാക്കപ്പെട്ട വലിയ പോരിശേറിയ അല്ലാഹു വലുതായി ആദരിച്ച ബഹുമാനിച്ച ദുൽഹിജ്ജ മാസത്തിലാണ് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും ഒരുമിച്ചിട്ടുള്ളത്. ഈ പവിത്രമാക്കപ്പെട്ട മാസത്തിൽ നമ്മൾ ധാരാളം അമലുകളെ കൊണ്ട്, ദിക്റുകളെ കൊണ്ട്, ഇസ്തിഗ്ഫാറിനെ കൊണ്ട്, സ്വലാത്തിനെ കൊണ്ട്, ഇബാദത്തുകളെ കൊണ്ട് നമ്മൾ ധന്യമാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഈ മജ്ലിസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനിയുള്ള 6 ദിവസങ്ങൾ, ഇന്നത്തെ ദിവസം കൂടി കൂട്ടി ഇനിയുള്ള 7 ദിവസങ്ങളിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ അത്ഭുതകരമായിട്ടുള്ള ദിക്റിനെ പറ്റിയാണ്. ദുൽഹിജ്ജയിലെ ഈ 10 ദിവസങ്ങളിൽ, ആദ്യ 10 ദിവസങ്ങളിൽ, ഇനിയുള്ള 7 ദിവസങ്ങളിൽ നമുക്ക് ചൊല്ലാൻ പറ്റിയ അത്ഭുതകരമായിട്ടുള്ളൊരു ദിക്ർ, വലിയ പോരിശയേറിയ ദിക്ർ, വലിയ മഹത്വങ്ങളേറിയ ദിക്ർ. ഈ ദുൽഹിജ്ജ മാസത്തിന്റെ പർവ്വത സമാനമായ ഗുണങ്ങളും നേട്ടങ്ങളും അതിന്റെ ഫളായിലുകൾ കരസ്ഥമാക്കാൻ, നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ, അതുകൊണ്ട് ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാവാൻ, നമ്മളെ പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഇടങ്ങേറുകൾക്കും ബലാഅകൾക്കും വലിയ സംരക്ഷണം ഉണ്ടാവാൻ, നമ്മളെ ഈമാൻ ഉറക്കാൻ, നമ്മളെ പാപങ്ങൾ പുറത്തു കിട്ടാൻ, കടങ്ങളും പ്രയാസങ്ങളും നീങ്ങാൻ പറ്റിയ അത്ഭുതകരമായിട്ടുള്ള ദിക്ർ. നമ്മൾ കഴിഞ്ഞ മജ്ലിസിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 10 ദിവസത്തിനെ പറ്റി പറഞ്ഞത് ഇതിനേക്കായും ഈ 10 ദിവസത്തേക്കായും മഹത്വമേറിയ മറ്റൊരു ദിനമില്ല മുഅ്മിനീങ്ങളെ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ. മഹാന്മാര് പഠിപ്പിച്ചു തന്ന മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിന് ഒരു സമ്മാനമായിട്ട്, ഒരു ഗിഫ്റ്റായി കൊടുത്ത ഒരു അത്ഭുത ദിക്ർ നമുക്കൊന്ന് പഠിക്കണ്ടേ. ഈ 10 ദിവസത്തിൽ ഇത് ചൊല്ലിയാൽ നമുക്ക് വലിയ നേട്ടങ്ങളാണ് മുഅ്മിനീങ്ങളെ, 7 നേട്ടങ്ങൾ. ഈ 10 ദിവസത്തിൽ ഇനിയുള്ള 7 ദിവസം, ഇനി നമ്മളെ മുന്നിൽ 7 ദിവസം മാത്രമേ ഉള്ളൂ. ഇന്ന് മഹത്വമേറിയ തിങ്കളാഴ്ച രാവാണ്. എന്താണ് മുഅ്മിനീങ്ങളെ തിങ്കളാഴ്ച രാവിന്റെ പ്രത്യേകത? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കുന്നത് സ്വഹാബത്തുൽ കിറാം കണ്ടപ്പോൾ, ഇത് ഇമാം മുസ്ലിമും ബുഖാരിയും ഒരുപോലെ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തിങ്കളാഴ്ച ദിവസം നോമ്പനുഷ്ഠിച്ച് കണ്ടപ്പോൾ സ്വഹാബത്തുൽ കിറാം ചോദിച്ചു, എന്താണ് നബിയെ അങ്ങ് തിങ്കളാഴ്ച നോമ്പനുഷ്ഠിക്കുന്നത്? തിങ്കളാഴ്ചക്ക് എന്താണ് തങ്ങളെ ഇത്ര വലിയ പ്രത്യേകത? തിങ്കളാഴ്ചക്ക് എന്താണ് തങ്ങളെ ഇത്ര വലിയ പ്രത്യേകത എന്ന് ഹബീബായ തങ്ങളോട് ചോദിച്ച സമയത്ത് ഹബീബായ തങ്ങൾ പറഞ്ഞത്, ഹബീബായ തങ്ങൾ സ്വഹാബത്തിന് കൊടുത്ത മറുപടി,
എന്താ കാരണം? ഈ തിങ്കളാഴ്ച ഞാൻ ജനിച്ച ദിവസമാണ്. അതിനും വലിയ വലിയ പ്രത്യേകത ഇല്ലെന്നും മുഅ്മിനീങ്ങളെ. അതിനും വലിയ പ്രത്യേകത ഹബീബായ തങ്ങൾക്ക് കൊടുക്കാനുള്ള മറുപടിയിലില്ല. ഉലിത്തു ഫീഹി, ഞാൻ ജനിച്ച ദിവസമാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസത്തിനും അതിന്റെ രാവിനും വലിയ മഹത്വമുണ്ട്. വലിയ മഹത്വമേറിയ ദിനമാണ് തിങ്കളാഴ്ച രാവ്. അതുപോലെ വെള്ളിയാഴ്ച രാവ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ നിലകൊള്ളുന്നത് പവിത്രമാക്കപ്പെട്ട ദുൽഹിജ്ജ മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച രാവാണ്. ഹാജിമാര് അതിന്റെ കർമ്മങ്ങൾക്ക് വേണ്ടി തയ്യാറാകുന്ന ദിവസങ്ങളിലേക്കാണ് ഞാൻ കടന്നു വരുന്നത്. മഹത്വമേറിയ അറഫാ ദിനം, പെരുന്നാൾ ദിനം. ഹാജിമാരൊക്കെ ഇനിയുള്ള ബുധനാഴ്ച, ഈ വരുന്ന ബുധനാഴ്ചകളിൽ ഹജ്ജിന്റെ കർമ്മത്തിന് വേണ്ടി എല്ലാം അവര് പ്രിപ്പയർഡ് ആവുന്ന മുഅ്മിനീങ്ങളെ തയ്യാറാകും. ആ വലിയ കർമ്മത്തിലേക്കും വലിയ മഹത്വമുള്ള ദിവസത്തിലേക്കും ഒക്കെയാണ് നമ്മളിലേക്ക് ആ ദിവസങ്ങളൊക്കെയാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുരുടെ കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരു പ്രയാസമില്ലാതെ, ഒരു ബുദ്ധിമുട്ടില്ലാതെ കർമ്മങ്ങളൊക്കെ നിർവഹിച്ച് കുടുംബത്തോടൊപ്പം ചേരാൻ അള്ളാഹു അവർക്ക് ഭാഗ്യം കൊടുക്കണേ. അല്ലാഹ് നീ തൗഫീഖ് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇന്നലെയൊക്കെ വിളിച്ച സമയത്ത്, നമ്മൾ ബന്ധപ്പെട്ട സമയത്ത് വലിയ ചൂടാണ് അവിടെ. മക്കത്തും മദീനത്തും വലിയ ചൂടാണ്. അതന്നെയല്ലേ മുഅ്മിനീങ്ങളെ, ഹജ്ജ് എന്ന് പറഞ്ഞ വലിയ ത്യാഗമാണ് ഹജ്ജ്. അല്ലാഹുവേ, അവരെല്ലാ കർമ്മങ്ങളും അല്ലാഹുവേ നീ സ്വീകരിക്കണം അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അങ്ങനെയുള്ള മഹത്വമേറിയ ദിനങ്ങളൊക്കെയാണ്, ദിനരാത്രങ്ങളെയൊക്കെയാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് നമ്മൾ നിലകൊള്ളുന്നത് മഹത്വമേറിയ തിങ്കളാഴ്ച രാവിലെയാണ്. ഇന്നത്തെ ദിവസം തന്നെ ഇൻഷാ അല്ലാഹ് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിന് ഒരു ഗിഫ്റ്റായി കൊടുത്തൊരു ദിക്ർ ഞാൻ പഠിപ്പിച്ചു തരട്ടെ. ഈ മഹത്വമേറിയ ഈ ദിനങ്ങളിൽ നമ്മൾ ചൊല്ലിയാൽ എന്റെ മുഅ്മിനീങ്ങളെ, നമ്മളെല്ലാ പ്രയാസങ്ങളും മാറും, നമ്മളെല്ലാ ബുദ്ധിമുട്ടുകളും മാറും. ഇത് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം മൂസ നബി അലൈഹിസ്സലാമിന് പകർന്നു കൊടുത്ത, ഒരു ഗിഫ്റ്റായി കൊടുത്ത, ഒരു സമ്മാനമായി കൊടുത്ത ഒരു അത്ഭുതകരമായ ഒരു ദിക്റാണ്, ഒരു ദുആണ്. ചൊല്ലാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. പേടിക്കാനൊന്നുമില്ല നിങ്ങൾ. നമ്മൾ ചൊല്ലുന്നതിൽ കുറച്ച് മാറ്റങ്ങളും കുറച്ച് വ്യത്യാസങ്ങളും ചേർത്താൽ ഈ ദിക്ർ പരിപൂർണമായി കുറച്ച് കൂടുതൽ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ പേടിക്കണ്ട. ഇതൊക്കെ നമ്മൾ ചൊല്ലുന്നതാണ്. ഇൻഷാ അല്ലാഹ് 2-3 പ്രാവശ്യം ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരാം. അത് കേട്ട് ബൈഹാർട്ടാക്കി ഇൻഷാ അല്ലാഹ് ജീവിതത്തോട് ചേർത്ത് വെക്ക്. എപ്പോഴും ഇനിയുള്ള ദിവസങ്ങളിൽ, ഇനിയുള്ള ഈ ദുൽഹിജ്ജയുടെ ഈ 10 ദിവസങ്ങളിൽ ഇൻഷാ അല്ലാഹ് ചൊല്ലി ജീവിതത്തോട് ചേർത്ത് വെക്ക്. എല്ലാ പ്രയാസവും ഈ ദിക്ർ കൊണ്ട് പരിഹരിക്കുക. ഈ ദിക്ർ കൊണ്ട് പരിഹരിക്കുന്ന മുഅ്മിനീങ്ങളെ, ഈ ദിക്ർ കൊണ്ട് എന്റെ പ്രയാസം മാറുമോ എന്ന് സംശയം മനസ്സിൽ ജ്വലിപ്പിക്കുന്നവരുണ്ടാകും, സംശയം വരുന്നവരുണ്ടാകും. ഇബ്ലീസിന്റെ ഫിത്നയിൽ അല്ലെങ്കിൽ വെറുതെ സംശയങ്ങൾ വരുന്നവരുണ്ടാകും. ഈ ദിക്ർ കൊണ്ട് എന്റെ പ്രയാസങ്ങൾ മാറുമോ? മാറും എന്റെ മുഅ്മിനീങ്ങളെ. വെറുതെ ജിബ്രീൽ അലൈഹിസ്സലാം മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന് സമ്മാനമായി കൊടുത്തു. നിങ്ങൾ ചൊല്ലിക്കോളി. മൂസ നബി അലൈഹിസ്സലാമിനോട് ജിബ്രീൽ അലൈഹിസ്സലാം പറയാണ്, നിങ്ങൾ ചൊല്ലിക്കോളി, നിങ്ങളെ പ്രയാസങ്ങൾ മാറും, നിങ്ങളെ ടെൻഷൻ മാറും, നിങ്ങളെ ഇടങ്ങേറുകൾ മാറും, നിങ്ങളെ മുസീബത്തുകൾ മാറും. നിങ്ങളെ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുക്കുക. അവരെ പ്രയാസം മാറട്ടെ, അവരെ ബുദ്ധിമുട്ട് മാറട്ടെ, അവരുടെ ഇടങ്ങേറുകൾ മാറട്ടെ, അവരെ പ്രതിസന്ധികൾ ഈ ദിക്ർ കൊണ്ട് മാറട്ടെ എന്ന് പറഞ്ഞ് മഹാനായ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുക്കുന്ന നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അതുകൊണ്ട് ചേർത്ത് വെച്ചോ, ഹൃദയത്തോട് ചേർത്ത് വെക്ക്. ഇനിയുള്ള ദിനരാത്രങ്ങളിൽ ഇന്നു മുതൽ, ഇത് കേൾക്കുന്ന ഈ സമയം മുതൽ ചൊല്ലിക്കോ, നിത്യമാക്കിക്കോ. ഇനിയുള്ള ഈ 10 ദിവസങ്ങളിൽ അല്ലാഹുവേ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഏതാണ് മുഅ്മിനീങ്ങളെ ആ ദിക്ർ? ആ ദിക്ർ ചൊല്ലിയാലുള്ള അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അല്ലാഹുവേ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ദിക്റിലേക്കും ആ അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങളിലേക്കും കടക്കുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം പല ഭാഗങ്ങളിൽ നിന്നാണ്.
പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട്, ബുദ്ധിമുട്ടുകൾ പറഞ്ഞുകൊണ്ട്, അവരെ ഇടങ്ങേറുകൾ പറഞ്ഞുകൊണ്ട്, തങ്ങൾ പറയുന്ന ഇത്തരം പ്രയാസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടിലാണ്, വലിയ ഇടങ്ങേറിലാണ്, ഞങ്ങൾക്ക് വലിയ സംരക്ഷണം കിട്ടണം. ഇതിനെന്താണ് ഒരു പരിഹാരം ഞങ്ങൾ ചെയ്യേണ്ടത്? ഏത് ദിക്റാണ് ഞങ്ങൾ ചൊല്ലേണ്ടത്? ഏത് സൂറത്തിനെയാണ് ഞങ്ങൾ പതിവാക്കേണ്ടത്? ഏത് അമലിനെയാണ് മുറുകെ പിടിക്കേണ്ടത്? എന്ത് കാര്യങ്ങളെയാണ് ഞങ്ങൾ ചെയ്യേണ്ടത്? ഇതിനെന്താണ് ഒരു പരിഹാരം? ഞങ്ങൾ പൈശാചികമായ ഉപദ്രവങ്ങളിലാണ്, സിഹർ സംബന്ധമായി പൈശാചികമായ കെണി വലകളിലാണ്, വീട്ടിലും ഭൂമിയിലും വന്ന പ്രയാസത്തിലാണ്. ഈ വീട്ടിൽ ഞങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്നില്ല, വലിയ ഇടങ്ങേറിലാണ്, വലിയ പ്രയാസത്തിലാണ്, പൈശാചികമായ കെണി വലകളിലാണ്, വലിയ തടസ്സങ്ങളിലാണ്. വിവാഹ തടസ്സങ്ങളിൽ പ്രയാസപ്പെടുന്നവര്, ജോലി തടസ്സങ്ങളിൽ പ്രയാസപ്പെടുന്നവര്, ഞവുമായി നിരന്തരം സമീപിക്കുന്നവർ, അല്ലാഹുവേ എല്ലാവരുടെയും എല്ലാ പ്രയാസവും നീ മാറ്റി കൊടുക്കണമല്ലോ. എല്ലാ ഇടങ്ങേറുകളും എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹുവേ നീ തീർത്ത് അവർക്ക് നീ സലാമത്ത് കൊടുക്കണമല്ലോ, രക്ഷ നീ കൊടുക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഇനി നേരിട്ട് കൺസൾട്ടിംഗ് ഡേറ്റ്, ഇനി നേരിട്ട് കാണാനുള്ള അവസരം തിങ്കളാഴ്ചയാണ്, നാളെയാണ്. നാളത്തെ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞാൽ പിറ്റത്തെ തിങ്കളാഴ്ച, വരുന്ന ശനിയാഴ്ച ഉണ്ടാവൂല. വരുന്ന ശനിയാഴ്ച കൺസൾട്ടിംഗ് ഉണ്ടാവൂല. കാരണം വരുന്ന ശനിയാഴ്ച പെരുന്നാൾ ദിനമാണ്. അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച ആണ് ഇൻഷാ അല്ലാഹ് കൺസൾട്ടിംഗ് ഉള്ളത്. നേരിട്ട് വന്ന് കാണാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞു വരാൻ ശ്രമിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു ഇനി സകലമായ പ്രയാസങ്ങളും ഇടങ്ങേറും അല്ലാഹു ഇനി തീർത്ത് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. എല്ലാ പൈശാചികമായ ഉപദ്രവങ്ങളും അല്ലാഹുവേ, അല്ലാഹു അതിൽ നിന്നൊക്കെ വലിയ സലാമത്ത് നൽകണേ അല്ലാഹ്, ഇബ്താലിയത്ത് നൽകണേ അല്ലാഹ്, ഇബാത്തിലിയത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ സാഹിരീങ്ങളെ സിഹറിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, മക്രീങ്ങളെ മക്റിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, ഫത്താനീങ്ങളെ ഫിത്നയെ തൊട്ട് കാക്കണേ അല്ലാഹ്, ളാലിമീങ്ങളെ ളുലുമിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, ഐനീങ്ങളെ ഐനിനെ തൊട്ട് കാക്കണേ അല്ലാഹ്, ചതിയന്മാരെ ചതിയെ തൊട്ട് കാത്ത് സംരക്ഷിക്കണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാഹ്. പരാജിതരിൽ അല്ലാഹ് ഞങ്ങളെ നീ ചേർക്കല്ല അല്ലാഹ്, നീ ചേർക്കല്ല തമ്പുരാനേ. ഇൻഷാ അല്ലാഹ് ഏതാണ് എൻ്റെ മുഅ്മിനീങ്ങളെ ആ അത്ഭുതകരമായിട്ടുള്ള മൂസ നബി അലൈഹിസ്സലാമിന് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്ത, സമ്മാനമായി ഒരു ഗിഫ്റ്റായിട്ട് പകർന്നു കൊടുത്ത ദുആ എന്താണ്? ആ ദിക്ർ എന്താണ് എൻ്റെ മുഅ്മിനീങ്ങളെ? അത് പറയുന്നതിന് മുമ്പ് എന്താണ് ആ ദിക്ർ ചൊല്ലിയാലുള്ള മഹത്വം എന്താണ് നമുക്ക് പഠിക്കാം. എന്താണ് ആ ദിക്ർ ചൊല്ലിയാലുള്ള മഹത്വം? ഒന്നാമതായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത്, ആരെങ്കിലും ഈ ദിക്റെങ്ങാനും പ്രാവർത്തികമാക്കിയാൽ, ആരെങ്കിലും ഈ ദിക്ർ ചൊല്ലിയാൽ, ഒന്നാമതായിട്ട് മുഅ്മിനീങ്ങളെ നമുക്ക് ലഭിക്കാൻ പോകുന്നത്, സമുദ്ര സമാനമായ പാപം നമ്മൾ ചെയ്താലും അല്ലാഹു നമുക്ക് പുറത്തു തരും. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞു വന്നു പോയ പാപങ്ങള്, അറിയാതെ വന്നു പോയ പാപങ്ങൾ എല്ലാം അല്ലാഹു പുറത്തു തരും, എല്ലാം അല്ലാഹു പുറത്തു തരും. ഒരു ഉമ്മ പറ്റ ഖൽബ് പോലെ അല്ലാഹു നമ്മളെ ഖൽബിനെ അല്ലാഹു ശുദ്ധീകരിക്കുമെന്ന് മുഅ്മിനീങ്ങളെ. ഈ ദിക്ർ, ഈ ദുആഇനെ ആരെങ്കിലും ഈ 10 ദിവസത്തിൽ ആരെങ്കിലും പ്രാവർത്തികമാക്കിയാൽ അവന് കിട്ടുന്ന ഒന്നാമതായിട്ടുള്ള നേട്ടം, സമുദ്ര സമാനമായ പാപങ്ങള് അല്ലാഹു പുറത്തു തരും. രണ്ടാമതായിട്ട് അവനക്ക് ലഭിക്കാൻ പോകുന്ന നേട്ടം, നമ്മളെ ഈമാൻ അല്ലാഹു ഉറപ്പിച്ചു തരും. ഈമാൻ ഉറക്കുമെന്ന് മുഅ്മിനീങ്ങളെ, നമ്മളെ ഈമാൻ ഉറക്കും. അതാണ് നമുക്ക് വേണ്ടത്. ഈമാൻ ഉറക്കണം, നല്ല തഖ്വയുള്ള, ഈമാനോടുകൂടിയുള്ള നല്ല വറഉള്ള നല്ല ജീവിതം അല്ലാഹു നമുക്ക് നൽകും. നമ്മളെ ഈമാൻ ഉറക്കും. ഒരു ഫിത്നയിലോ ഒരു പ്രയാസത്തിലോ ഒരു മനസ്സിന്റെ ചാഞ്ചാട്ടമോ നമുക്ക് ഉണ്ടാവൂല. അല്ലാഹു നമ്മളെ ഈമാൻ ഉറപ്പിച്ചു തരും. ഇബാദത്ത് ചെയ്യാനുള്ള ഈമാൻ അല്ലാഹു നമുക്ക് തരും. നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഈമാൻ അല്ലാഹു നമുക്ക് തരും. ധാരാളം ആളുകളാണ് സങ്കടമായി പറയുന്നത്, തങ്ങളെ നിസ്കരിക്കാൻ കഴിയുന്നില്ല, അതിലേക്ക് ചെയ്യാൻ തോന്നുന്നില്ല, ഒരു നല്ല നല്ല കാര്യങ്ങളും ഖുർആൻ എടുത്ത് ഓതാൻ തോന്നുന്നില്ല, നിസ്കരിക്കാൻ തോന്നുന്നില്ല, ഒരു കാര്യവും ഒരു നന്മയും എനിക്ക് ചെയ്യാൻ തോന്നുന്നില്ല, ഒരു നന്മയും എനിക്ക് ചെയ്യാൻ തോന്നുന്നില്ല. കാരണം എന്തേ? അവന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോയി. ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നവരിൽ അല്ലാഹുവേ
ഞങ്ങൾ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ, കാത്ത് രക്ഷിക്കണേ അല്ലാ. രണ്ടാമതായിട്ടുള്ള ഈ ദിക്ർ ചൊല്ലിയാലുള്ള ഗുണം, ഈ ദിക്ർ ചൊല്ലിയാലുള്ള മഹത്വം, രണ്ടാമതായിട്ട് നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഈമാൻ അല്ലാഹു ഉറപ്പിച്ചു നൽകും. ഈമാൻ ഉറക്കും, ഈമാൻ ഉറക്കണം മുഅ്മിനീങ്ങളെ, അതാണ് നമുക്ക് വേണ്ടത്. മൂന്നാമതായിട്ട് നമുക്ക് ലഭിക്കുന്ന നേട്ടം എന്തെന്നറിയോ? എൻ്റെ മുഅ്മിനീങ്ങളെ, ഈ ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ അവർക്ക് കിട്ടുന്ന മൂന്നാമതായിട്ടുള്ള നേട്ടം, മീസാൻ എന്ന തുലാസിൽ നമ്മുടെ നന്മയുടെ ഭാരം വർദ്ധിക്കും. മീസാൻ എന്ന തുലാസിൽ നമ്മുടെ നന്മയുടെ ഭാരം വർദ്ധിക്കുമെന്ന് മുഅ്മിനീങ്ങളെ, നന്മ തൂക്കപ്പെടും, നന്മ അധികരിക്കും. അതാണ് നമുക്ക് വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞു വന്നു പോയ പാപങ്ങളുണ്ട്, അറിയാതെ വന്നു പോയ പാപങ്ങളുണ്ട്, അല്ലാഹു എല്ലാം അത് മായിച്ചു തരും. മീസാൻ എന്ന തുലാസിൽ നമ്മുടെ നന്മയുടെ ഭാരം വർദ്ധിച്ചു തൂങ്ങും. അതാണല്ലോ നമുക്ക് വേണ്ടത്, അതാണല്ലോ എൻ്റെ മുഅ്മിനീങ്ങളെ നമുക്ക് വേണ്ടത്. അല്ലാഹുവേ നീ നൽകണേ അല്ലാ, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാ. നാലാമതായിട്ട് ഈ ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ അവർക്ക് കിട്ടുന്ന നേട്ടം എന്തെന്നറിയോ എൻ്റെ മുഅ്മിനീങ്ങളെ? നാലാമതായിട്ട് അവർക്ക് കിട്ടുന്ന നേട്ടം, അവന്റെ ദുആക്ക് അല്ലാഹു വലിയ ഇജാബത്ത് നൽകും, ദുആക്ക് അല്ലാഹു ഉത്തരം നൽകും. ആഗ്രഹങ്ങൾ പൂവണിഞ്ഞു കിട്ടും, ആഗ്രഹങ്ങൾ പൂവണിഞ്ഞു കിട്ടും. ധാരാളം ആളുകളാണ് സങ്കടം പറയുന്നത്, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് തങ്ങളെ, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അല്ലാഹുവിന്റെ ദുആക്ക് ഉത്തരം കിട്ടുന്നില്ല, ഉത്തരം അല്ലാഹു നൽകുന്നില്ല. അല്ലാഹു നമ്മുടെ ദുആക്ക് ഉത്തരം നൽകണോ? നമ്മുടെ ദുആക്ക് ഉത്തരം വേണം മുഅ്മിനീങ്ങളെ. ചൊല്ലിക്കോ ചൊല്ലിക്കോ ഈ ദിക്ർ ചൊല്ലിക്കോ. ഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം മഹാനായ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിനെ പഠിപ്പിച്ചു കൊടുത്ത ദിക്ർ, കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാമിന് പകർന്നു കൊടുത്ത ഒരു സമ്മാനമായ ഒരു ഗിഫ്റ്റായി കൊടുത്ത ദിക്ർ ചൊല്ലിക്കോ. ഈ 10 ദിവസത്തിൽ ആരെങ്കിലും ചൊല്ലിയാൽ, ഇനിയുള്ള 7 ദിവസത്തിൽ ആരെങ്കിലും ചൊല്ലിയാൽ അവനക്ക് കിട്ടുന്ന അത്ഭുതകരമായ നേട്ടങ്ങളാണ് മുഅ്മിനീങ്ങളെ നമ്മൾ പറഞ്ഞു വരുന്നത്. നാലാമതായിട്ട് അവനക്ക് കിട്ടുന്നത് അവന്റെ ദുആക്ക് അല്ലാഹു വലിയ ഉത്തരം അല്ലാഹു നൽകും. ഈ ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ, ചൊല്ലിക്കൊണ്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ദുആക്ക് അല്ലാഹു വലിയ ഉത്തരം നൽകും. അല്ലാഹു ഉത്തരം നൽകും, അല്ലാഹു തട്ടിക്കളയൂല. അല്ലാഹു ഹൈബാക്കി അല്ലാഹു തട്ടിക്കളയലും മുഅ്മിനീങ്ങളെ അല്ലാഹു സ്വീകരിക്കും, അല്ലാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ഉദ്ദേശങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും അല്ലാഹു സഫലീകരിച്ചു തരുമെന്ന് മുഅ്മിനീങ്ങളെ. അഞ്ചാമതായിട്ട് ഈ ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ അവനക്ക് കിട്ടുന്ന അത്ഭുതകരമായ നേട്ടം, അഞ്ചാമതായിട്ട് അവനക്ക് കിട്ടുന്ന നേട്ടം എന്തെന്നറിയോ? എപ്പോഴും മലക്കുകളുടെ സാന്നിധ്യം അവന്റെ കൂടെ ഉണ്ടാകും. എപ്പോഴും മലക്കുകളുടെ സാന്നിധ്യം, മലക്കുകളുടെ ഒരു കാവല് അവനക്കും അവന്റെ കുടുംബത്തിനും എപ്പോഴും ഉണ്ടാവുന്ന മുഅ്മിനീങ്ങളെ. നമ്മൾ ഒരിക്കലും ഒറ്റപ്പെട്ടു പോകൂല, നമ്മൾ വലിയ പ്രയാസത്തിലോ വലിയ കെണികളിലോ ചാടൂല മുഅ്മിനീങ്ങളെ. ആരും നമ്മളെ പറ്റിക്കപ്പെടൂല. എപ്പോഴും മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും. അപകട മരണങ്ങളിൽ നിന്ന് നമ്മുടെ കുടുംബത്തെയും നമ്മളെയും അല്ലാഹു കാത്ത് സംരക്ഷിക്കും. മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും നമ്മളെ മക്കളെ പേരിൽ, നമ്മളെ കുടുംബത്തിന്റെ മേലിൽ, നമ്മളെ വീടിന്റെ മേലിൽ, നമ്മളെ ബിസിനസിന്റെ മേലിൽ, എല്ലാത്തിലും നമ്മളെ കച്ചവടത്തിന്റെ മേലിൽ മലക്കുകളുടെ കാവല് അല്ലാഹു നമുക്ക് നൽകും, അല്ലാഹു നമുക്ക് നൽകും. അല്ലാഹുവേ നീ നൽകണേ അല്ലാഹുവേ, മലായികത്തിന്റെ സഹായം ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനേ. ഈ ദിക്ർ ആരെങ്കിലും ചൊല്ലിയാൽ അവനക്ക് കിട്ടുന്ന ആറാമതായിട്ടുള്ള നേട്ടം, അവനക്ക് കിട്ടുന്ന ആറാമതായിട്ടുള്ള പ്രതിഫലം എന്തെന്നറിയോ? ഏത് കാര്യത്തിന് അവനിറങ്ങിയാലും, ഏത് കാര്യം അവന് തുടങ്ങിയാലും, ഏത് സംരംഭങ്ങൾ അവന് തുടങ്ങിയാലും അല്ലാഹുവിന്റെ സഹായം അവനക്ക് ഉണ്ടാകും.
അവൻ എന്ത് കാര്യത്തിനിറങ്ങിയാലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ഒരിക്കലും അവൻ പരാജയപ്പെടൂല. എന്ത് കാര്യത്തിനിറങ്ങിയാലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. എന്ത് തൊട്ടാലും പൊന്ന് വിളയുന്നതാവും. അവൻ എന്ത് കച്ചവടം തുടങ്ങിയാലും വിജയിക്കും. അവൻ എന്ത് ബിസിനസ് തുടങ്ങിയാലും വിജയിക്കും. അവൻ എന്ത് സൽക്രമങ്ങൾ തുടങ്ങിയാലും അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ഒരിക്കലും പരാജയപ്പെടൂല. മുഅ്മിനീങ്ങളെ, ഈ അത്ഭുതകരമായിട്ടുള്ള ദിക്ർ ചൊല്ലിയാൽ ഏഴാമതായിട്ട് അവസാനമായിട്ടുള്ള നേട്ടം അള്ളാഹു അവന്റെ എല്ലാ മുസീബത്തിനെ തൊട്ടും എല്ലാ ബലാഇനെ തൊട്ടും എല്ലാ ഇടങ്ങേറിനെ തൊട്ടും അള്ളാഹു അവനക്ക് കാവലുണ്ടാകും. അവനെ അള്ളാഹു കാക്കുമല്ല. മുഅ്മിനീങ്ങളെ, എല്ലാ ബലാഇനെ തൊട്ടും എല്ലാ മുസീബത്തിനെ തൊട്ടും എല്ലാ കെണി വലകളെ തൊട്ടും അള്ളാഹു അവനക്ക് വലിയ കാവൽ അള്ളാഹു അവനക്ക് നൽകും. അള്ളാഹു വിജയം നൽകുന്ന മുഅ്മിനീങ്ങളെ, ഒരിക്കലും പരാജയപ്പെടൂല. ഈ അത്ഭുതകരമായിട്ടുള്ള നേട്ടം കൈവരിക്കാൻ പറ്റിയ അത്ഭുത ദിക്ർ ഈ മാസത്തിൽ തന്നെ ഇൻഷാ അല്ലാഹ് ചൊല്ലി നോക്ക്. അത്ഭുതമെന്നോണം നിന്റെ കാര്യങ്ങൾ നടക്കുന്നതായി കാണാം. എല്ലാ കാര്യങ്ങളും അല്ലാഹു നടത്തി തരുമെന്ന് മുഅ്മിനീങ്ങളെ, നമുക്ക് അറിയാവുന്ന ദിക്റാണ്. ചില വ്യത്യാസങ്ങൾ വരുത്തി ഇൻഷാ അല്ലാഹ് ചൊല്ലിയാൽ വലിയ നേട്ടം നമുക്ക് കൈവരിക്കാൻ മുഅ്മിനീങ്ങൾ അല്ലാഹു ഭാഗ്യം തരട്ടെ. അല്ലാഹു ചൊല്ലാനും ജീവിതത്തിൽ പതിവാക്കാനും ചേർത്ത് നിർത്താനും ഇൻഷാ അല്ലാഹ് ഭാഗ്യം നൽകട്ടെ. ഈ 7 നേട്ടങ്ങൾ, ഈ അത്ഭുതകരമായിട്ടുള്ള 7 നേട്ടങ്ങൾ, 60 സമാനമായ നേട്ടങ്ങളും അത്ഭുതങ്ങളും കൈവരിക്കാൻ പറ്റിയ ഈ ദുൽഹിജ്ജ മാസത്തിൽ ഇൻഷാ അല്ലാഹ് ചൊല്ലി നോക്ക്. ഇനിയുള്ള 7 ദിവസങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്ക്. ഈ ദിക്റിനെ, ഈ ദുആഇനെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന് റബ്ബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്ത ഈ അത്ഭുത ദിക്ർ, ഈ അത്ഭുത ദുആ, അത് മാത്രമല്ല മുഅ്മിനീങ്ങളെ, മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കിതാബാണ് ഏത്? ഇൻജീൽ അല്ലേ? ഈസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു ഇറക്കി കൊടുത്ത കിതാബാണ് ഏത്? ഇൻജീൽ. ആ ഇൻജീലിൽ പോലും പരാമർശിച്ച, അതിന്റെ മഹത്വങ്ങൾ പറഞ്ഞ ഈ അത്ഭുത ദിക്ർ, ഈ ദിക്റിനെ ഇൻജീൽ എന്ന കിതാബിൽ അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ മഹത്വങ്ങൾ ഞാൻ പറയണോ? മുഅ്മിനീങ്ങളെ, ഇല്ല. അത്രയും മഹത്വമേറിയ അത്ഭുതകരമായിട്ടുള്ള ഈ ദിക്ർ അല്ലാഹുവെ ചൊല്ലാനും ജീവിതത്തോട് ചേർത്ത് വെക്കാനും അല്ലാഹ് ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ. അല്ലാഹ് നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ. അല്ലാഹ് ഏതാണ് മുഅ്മിനീങ്ങളെ ആ ദിക്ർ? എല്ലാവരും ആ ദിക്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരിക്കും. ആ ദിക്ർ ഇൻഷാ അല്ലാഹ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം. ഒരു 2-3 പ്രാവശ്യം ഞാൻ ആ ദിക്ർ ചൊല്ലാം. അതിന്റെ കൂടെ മെല്ലെ ഇൻഷാ അല്ലാഹ് നിങ്ങളും ചൊല്ല്. എന്നിട്ടത് ബൈ ഹാർട്ടാക്ക്. ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ എഴുതി വെക്ക്. ഒന്ന് പൗസ് ചെയ്തിട്ട്, ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അത് എഴുതി വെക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് എപ്പോഴും ചൊല്ലാൻ ശ്രമിക്കുക. അല്ലാഹുവിനെ ഭാഗ്യം നൽകണേ. അല്ലാഹ് എന്റെ മുഅ്മിനീങ്ങളെ, ഒരിക്കലും പരാജയപ്പെടൂല. നിങ്ങൾ നിരാശപ്പെടണ്ട. എല്ലാ കാര്യങ്ങളും അല്ലാഹു നടത്തി തരും. ഈ ഒരു 7 ദിവസം ഇൻഷാ അല്ലാഹ്, ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ചൊല്ലാം. ഈ ഒരു 7 ദിവസം ആത്മാർത്ഥമായി മെനക്കെട്ട് ഇൻഷാ അല്ലാഹ്, അങ്ങനെ തന്നെ പറയണം. മെനക്കെട്ട് കൊണ്ട് ഇൻഷാ അല്ലാഹ് ചൊല്ലി നോക്ക്. ആത്മാർത്ഥമായി ചൊല്ലി നോക്ക്. അല്ലാഹു വിജയം നൽകുന്ന മുഅ്മിനീങ്ങളെ, പരാജയപ്പെടുത്തൂല. ഉറപ്പാണ്. ഇത് മഹാന്മാര് പറഞ്ഞതാണ് കിതാബിൽ. ഇതിന്റെ മഹത്വങ്ങൾ പറഞ്ഞതാണ് കിതാബിൽ. അതിന്റെ കാര്യങ്ങൾ എഴുതിയതാണ് മുഅ്മിനീങ്ങളെ, രേഖപ്പെടുത്തിയതുമാണ്. അതുകൊണ്ട് ഒരിക്കലും ഭയാവൂല. അല്ലാഹു നമ്മളെ വിജയിപ്പിക്കുന്ന മുഅ്മിനീങ്ങളെ, ഏതാണ് ആ ദിക്ർ? ഏതാണ് അത്ഭുതകരമായിട്ടുള്ള ദിക്ർ? ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കൊടുക്കാം. അല്ലാഹുവിനെ ഭാഗ്യം നൽകണേ. അല്ലാഹ് എല്ലാവരും ജീവിതത്തോട് ചേർത്ത് വെക്കാനും നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കൊടുക്കുന്നത് പോലെ ഇൻഷാ അല്ലാഹ് സ്ക്രീനിൽ കൊടുക്കുന്നത് പോലെ എൻ്റെ കൂടെ ഏറ്റുചൊല്ല്. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ഇലാഹൻ വാഹിദൻ അഹദൻ സ്വമദൻ ലം യലിദ് വലം
يولد ولم يكن له كفوا أحد أشهد أن لا إله إلا الله وحده لا شريك له أحد صمد لم يلد ولم يولد ولم يكن له كفوا أحد أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير حسبي الله وكفى سمع الله لمن دعا ليس وراء الله منتهى. നമ്മൾ ചൊല്ലുന്നതാണ് മുത്തുമിനീങ്ങളെ, ചൊല്ലുന്ന ദിക്ർ അതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയാൽ ചൊല്ലാൻ പറ്റിയ ദിക്റാണ്. ഒന്നും കൂടി നോക്കിക്കോ, ഒന്നും കൂടി ഇൻഷാ അല്ലാഹ് ഞാൻ മെല്ലെ ചൊല്ലാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ ഹയ്യുൻ ലാ യമൂതു ബിയദിഹിൽ ഖൈറു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. أشهد أن لا إله إلا الله وحده لا شريك له إلها واحدا أحدا صمدا لم يلد ولم يولد ولم يكن له كفوا أحد. أشهد أن لا إله إلا الله وحده لا شريك له أحدا صمدا لم يلد ولم يولد ولم يكن له كفوا أحد. أشهد أن لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو حي لا يموت بيده الخير وهو على كل شيء قدير حسبي الله وكفى سمع الله لمن دعا ليس وراء الله منتهى. സിമ്പിൾ അല്ലേ? ഇൻഷാ അല്ലാഹ് ചൊല്ലാൻ, ഈ ദിക്ർ ചൊല്ലാനും ജീവിതത്തോട് ചേർത്ത് വെക്കാനും അല്ലാഹു നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ അല്ലാഹ്. എന്നെ മുഅ്മിനീങ്ങളെ, ഇനിയുള്ള ഈ 7 ദിവസങ്ങൾ ജീവിതത്തോട് ചേർത്ത് വെക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഈ ദിക്ർ പതിവാക്കിക്കൂടെ മുഅ്മിനീങ്ങളെ, പതിവാക്കി ഇൻഷാ അല്ലാഹ് അത്ഭുതകരമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഒരു കാര്യം ഉണർത്താനുള്ളത് നമ്മുടെ സയ്യിദിയ മജ്ലിസ് 5:30 വലിയ ദിക്ർ ചൊല്ലുന്ന, ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ച വലിയ മജ്ലിസാണ് മുഅ്മിനീങ്ങളെ. ധാരാളം ആളുകൾ കാണും ആ മജ്ലിസിൽ ഇരുന്നു കൊണ്ട് വലിയ നേട്ടങ്ങൾ അവർ കൊയ്തെടുത്തത്, അവരുടെ ജീവിതത്തിൽ അവർ നേട്ടങ്ങൾ സമ്മാനിച്ചു തന്നെ മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് വലിയ പ്രയാസത്തിലും പ്രതിസന്ധിയിലും കുടുങ്ങി നിൽക്കുന്ന ആളുകൾ 5:30 പ്രഭാത മജ്ലിസ്, സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് 5:30 മജ്ലിസ് എല്ലാവരും കഴിയുന്നവരെല്ലാവരും പങ്കെടുക്കാം. അല്ലാഹുവേ നീ ഭാഗ്യം നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.